അഗ്നിസാക്ഷിയായി എന്ത് മനോഹരമായിട്ടാണ് അദ്ദേഹം ഈ പാട്ട് പാടുന്നത്. പാടുമ്പോൾ ഉള്ള അദ്ദേഹത്തിന്റെ ആ ഭാവങ്ങൾ. അല്ല പയ്യൻ പാടുന്ന നമുക്ക് കേട്ടൂടെ, പിന്നെ എവൻ എന്തിനാ എന്റെ ഇടയിൽ സംസാരിക്കുന്നത്? ആ പയ്യനേക്കായി വ്യൂസ് ഉണ്ട് അവന്. ഈ പാട്ട് ഇഷ്ടമായെങ്കിൽ എല്ലാരും എന്റെ വീഡിയോക്ക് ലൈക്ക് ചെയ്യണം. ബൈ. എടാ ഇവൻ എന്തിനാ ലൈക്ക് കൊടുക്കുന്ന ആൾക്കാർ ആ ചെറുക്കം പാടിയന് മേളിയിരുന്ന് തൊലിക്കുന്നതിനാ. എടാ നിക്കാണ്ട് ഇവിടെ ഒന്ന് ഇരിക്കി. ഇരുന്ന് കേൾക്കാം. എടാ നിനക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും കഴിവുണ്ടോടാ? ഇല്ല, പക്ഷെ ബാക്കിയുള്ളവരുടെ കഴിവ് കാണാൻ പോകുന്നില്ലല്ലോ. ശ്രീത്തെ ടെൻഷൻ അടിക്കല്ലെങ്കിൽ വാ. പോലീസ് ഞാനൊന്നും ചെയ്തില്ല. അത് നിന്നെ പിടിക്കാന്നല്ല. പോലീസിനെ കണ്ട് നീ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? കേസായാലോ? എന്തോന്ന് റോട്ടിൽ കൂടെ നടന്നെന്നും പറഞ്ഞ അങ്ങനെ വകുപ്പില്ലേ? ഓ ശ്രീത്തെ നീ ഇപ്പൊ ഇടയായിട്ട് ഭയങ്കര ടെൻഷൻ ആവുന്നുണ്ട്. ടെൻഷൻ ആവുന്നുണ്ടല്ലേ? അതിനും ടെൻഷൻ ആവുന്നു. നീ ചുമ്മാ ടെൻഷൻ ആക്കാലോ. ടെൻഷൻ ആവുന്നു എനിക്കറിയാം. എന്ത് മനോഹരമായിട്ടാണ് അദ്ദേഹം ടെൻഷൻ അടിക്കുന്നത്. മൊബൈൽ ഒഴുങ്ങി ഇനി നീ അതിന്റെ ക്യാമറ ഓൺ ആക്കിയ വീട്ടിൽ കയറി ഞാൻ റിപ്പോർട്ട് അടിക്കും. ഇതാണോ എന്റെ വീട്? അത് ഇയാളുടെ വീട്ടിൽ മാത്രമല്ലേ ഉള്ളൂ AC. വേറെ അവിടെ പോയിട്ടിരിക്കും. കുടിക്കാൻ തന്നെ പറ, ചൂടെടുക്കണം. ചായ മതിയാ? അലുവ കണ്ണാലെ ചൂടത്ത് ചായ വേറെ വല്ല ഇട്. എന്നാ കട്ടൻ എടുക്കാം. ഈ പൊട്ടനെ നമുക്ക് ലൈവ് അടിക്കാം. ടെൻഷൻ ആവാതെ ഭാഗത്തോട്ടിരിക്കാം. പുല്ല് തണുപ്പൊന്നും വരുന്നില്ലല്ലോ. എന്താ ഇവിടെ ഒരു മഴ? എടാ അത് ആപ്പിളടാ. എനിക്കില്ലല്ലോ ആപ്പിള്. സ്കൂളിൽ സമയത്ത് കേറണമായിരുന്നു. എടാ ടെൻഷൻ ആവല്ലേ, അത് ബാബു സാപ്പിള്. സ്കൂളിൽ പോയതാ, പക്ഷെ ഉറങ്ങിപ്പോയി. ശ്രീത്തെ പോകാൻ നേരം എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തിനാ പോകാൻ നേരം പറയാം. ഏടാ ചുമ്മാ ടെൻഷൻ ആക്കല്ലേ, സീനാണ്. പെട്ടെന്ന് പറ. ഇപ്പം എനിക്കാണെങ്കിൽ പെട്ടെന്ന് ടെൻഷൻ. എടാ ഒന്നുമില്ലടാ, നിന്റെ അമ്മ ഒന്ന് കൊളക്കട്ടെ എന്നിട്ട് പാത്രം വീട്ടിൽ ഇരിക്കുന്നത്, അത് എടുക്കാൻ മറക്കല്ലേ എന്ന് പറയാൻ വന്നതാ. ടെൻഷനായി പോയി. പിന്നെ സെൽഫിയിൽ നീയാലോ. പിന്നെ ചിരിയടാ. അളിയ എന്റെ പല്ലിന്റെ ഇടയിൽ ഒരു വിടവ്. ഫിൽറ്റർ ആണ് അളിയ. എന്റെ പല്ല് കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്ന അളിയ? അടിച്ചകത്തേറ്റാൻ തോന്നുന്നു എനിക്ക്. അളിയ പല്ലിന്റെ ഇടവേല്